സ്വപ്നത്തിലെ രാജകുമാരൻ പാർട്ട് 2. പ്രഭാതം വെളുത്തു വരുന്നുണ്ട്. യാക്കൂബ് നബി അപ്പോഴും പ്രാർത്ഥനയിലാണ്. യൂസുഫിനെ സഹോദരന്മാർ സ്നേഹപൂർവ്വം അരികിലേക്ക് ക്ഷണിച്ചു വരുത്തി. നിഷ്കളങ്കനായി അവൻ സംശയിച്ചു നിന്നില്ല. സുസ്മരവേദനായി വേഗം ചെന്നു. കൊച്ചനുജ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയോ? ഞങ്ങളെ നോക്കൂ, കാടും സൗന്ദര്യവും ആവോളം ആസ്വദിക്കുന്നു. എന്തെന്ത് കാഴ്ചകളാണെന്നോ കാട്ടിലും താഴ്വരയിലുമുള്ളത്. ഒന്നും കാണാതെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് മാത്രം കഴിഞ്ഞുകൂടുന്ന നിന്നോട് സഹതാപം തോന്നുന്നു. യൂസുഫ് ആലോചനയിലായി. ശരിയാണ് താൻ കേൾക്കുന്നത്. തന്നെയും ബിന്യാമീനെയും കൺവെട്ടത്തു നിന്ന് മാറി നിൽക്കാൻ പോലും പിതാവ് അനുവദിക്കുന്നില്ല. വാത്സല്യം തന്നെയാണ് കാരണം. ജ്യേഷ്ഠന്മാർ ആടുകളുമായി ആർത്തുല്ലസിച്ചു പോകുന്നതും കാട്ടിലെ വിശേഷപ്പെട്ട കായ്ക്കനികൾ കൊണ്ടുവരുന്നതും കാട്ടിലെ നായാട്ടു വിശേഷങ്ങൾ ചർച്ച ചെയ്യുന്നതുമെല്ലാം താനും കേൾക്കാറുണ്ട്. അവർ യാക്കൂബ് നബിയുടെ സന്നിധിയിലെത്തി. ഉപ്പാ, ഞങ്ങൾക്കൊരാഗ്രഹം. കാട്ടിൽ ആടുമേക്കാൻ അനുജൻ യൂസുഫും കൂടെ വന്നോട്ടെ. അവനും ഞങ്ങളോടൊത്ത് കളിച്ചുല്ലസിക്കാമല്ലോ. യാ അല്ലാ, അത് വേണ്ട. എനിക്ക് പേടി തോന്നുന്നു. നിങ്ങൾ സ്വന്തം ജോലിയിലായിരിക്കും. അവനെ വല്ല ചെന്നായയും ആക്രമിച്ചാലോ? യാക്കൂബ് നബി ഉറച്ച സ്വരത്തിൽ പ്രതികരിച്ചു. അങ്ങനെ പറയരുത്. അവൻ ഞങ്ങളുടെ കൊച്ചനുജനല്ലേ. ഒരു പോറലും ഏൽക്കാതെ തിരികെ എത്തിക്കുക ഞങ്ങളുടെ ബാധ്യതയല്ലേ. ഒരു കാരണവശാലും അങ്ങ് വിഷമിക്കരുത്. മനസ്സില്ലാ മനസ്സോടെ പിതാവ് പൊന്നുമകനെ സഹോദരങ്ങൾക്കൊപ്പം അയച്ചു. യാക്കൂബ് നബി ഉത്കണ്ഠാകുലനായി. മക്കളുടെ ദുരുദ്ദേശത്തിൻ്റെ വാസന അദ്ദേഹത്തെ അലോസരപ്പെടുത്തി. മനസ്സു നിറയെ കാറ്റും കോളുമാണ്. എല്ലാം സർവശക്തനിൽ അർപ്പിച്ചു. ശാന്തമായി പ്രാർത്ഥനയിൽ മുഴുകി. മക്കൾ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ അദ്ദേഹം വഴിയിൽ തന്നെ നിന്നു. ഏറെ ആഹ്ലാദവാനായിരുന്നു യൂസുഫ്. എന്തൊരു കാഴ്ചകളാണ്! പൂക്കളും പൂമ്പാറ്റകളും കാടും മരങ്ങളും കൊച്ചു പക്ഷികളും മൃഗങ്ങളും, സംഗീതം പൊഴിക്കുന്ന അന്തരീക്ഷം. സഹോദരങ്ങളുടെ മുഖത്തെ മന്ദഹാസം മെല്ലെ മെല്ലെ മാഞ്ഞു. കാത്തിരുന്ന ദിവസമാണിത്. അധ്യായം 3. മധ്യാഹ്ന സമയം. വിശപ്പും ദാഹവും അറിയാതെ കാട്ടിലെ ഹരിതകാന്തിയിൽ ഭ്രമിച്ചു നടക്കുകയാണ് യൂസുഫ്. സഹോദരങ്ങൾ 10 പേരും മരച്ചുവട്ടിൽ ചർച്ചയിലാണ്. എങ്ങനെ അനുജനെ ഇല്ലാതാക്കണം? യൂസുഫ്, ഇവിടെ വാ. അവരുടെ ശബ്ദത്തിലെ കാർക്കശ്യം ആദ്യമൊന്നും യൂസുഫ് ശ്രദ്ധിച്ചില്ല. അവൻ അവർക്കരികിലെത്തി. നീയാണല്ലോ പിതാവിൻ്റെ കണ്ണിലുണ്ണി. ഞങ്ങൾക്കൊന്നും വീട്ടിൽ ഒരു സ്ഥാനവുമില്ല. നിന്നെ ഇനി ഞങ്ങൾക്ക് വേണ്ട. മുഖവരയൊന്നുമില്ലാതെയുള്ള ഭീഷണി യൂസുഫിനെ സ്തബ്ധനാക്കി. പഞ്ചാര വാക്കുകളും മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങളുമായി വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്നവർ. താൻ എന്ത് പാതകമാണ് ഇവരോട് ചെയ്തത്? സഹോദരങ്ങൾ 10 പേരും കാലങ്ങളായി മനസ്സിൽ സൂക്ഷിക്കുന്ന രോഷവും അസൂയയും കുശുമ്പുമെല്ലാം പുറത്തെടുക്കുകയാണ്. അവർ അവനെ ചീത്ത വിളിക്കാൻ തുടങ്ങി. ഉപദ്രവിക്കുകയും തൊഴിക്കുകയും ചെയ്തു. പൊട്ടിക്കരയുകയല്ലാതെ യൂസുഫ് എന്തു ചെയ്യാനാണ്? ഒരാൾ യൂസുഫിനെ പിടിച്ചു നിർത്തി വസ്ത്രങ്ങൾ ഉരിയുകയാണ്. യൂസുഫിൻ്റെ കാലുകൾ കൂട്ടിപ്പിടിച്ച് പൊക്കിയെടുത്ത് അവർ മുന്നോട്ട് നടന്നു. ദയനീയമായി ജീവന് വേണ്ടി വിലപിച്ചതൊന്നും അവർ ശ്രദ്ധിച്ചില്ല. ഉൾക്കാട്ടിലുള്ള ഒരു പൊട്ട കിണറായിരുന്നു അവരുടെ ലക്ഷ്യം. യാത്രാമധ്യേ ശുദ്ധജലമെടുക്കാൻ യാത്രക്കാർ കുഴിച്ച കിണറായിരുന്നു അത്. കിണറിൻ്റെ വക്കിലെത്തിയപ്പോൾ അവർ അകത്തേക്ക് നോക്കി. കാടും പടലും പിടിച്ചു കിടക്കുന്നതിനാൽ കാഴ്ച അവ്യക്തമായിരുന്നു. ജീവനെടുത്ത് കിണറ്റിലിടാനായിരുന്നു ആദ്യ തീരുമാനം. അത് വേണ്ട. അവൻ്റെ ശല്യം വേണ്ടെന്നല്ലേയുള്ളൂ. കിണറ്റിലെറിഞ്ഞാൽ തന്നെ അവൻ പാതി മരിക്കും. യാത്രക്കാരെങ്കിലും അവനെ കണ്ടെങ്കിലായി. 10 പേരും തീരുമാനം ശരിവെച്ചു. ബന്ധനസ്ഥനാക്കിയ യൂസുഫിനെ കിണറ്റിലിടാൻ തീരുമാനിച്ച സഹോദരങ്ങൾ അത് ചെയ്തു. കരുണാനിധിയായ അള്ളാഹു മാത്രമാണ് ഏക ആശ്രയമെന്ന് കൊച്ചു യൂസുഫ് തീർച്ചപ്പെടുത്തി. അങ്ങനെ തന്നെയായിരുന്നു പിതാവ് അവനെ പഠിപ്പിച്ചത്. മറ്റാരൊക്കെ കൈവിട്ടാലും സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. അത് വരാൻ പക്ഷേ അല്പം വൈകുമെന്നിരിക്കും. ക്ഷമയും സഹനവും തന്നെയാണ് ആവശ്യം. മനമുരുകിയുള്ള പ്രാർത്ഥനകളും എല്ലാം സർവശക്തനിൽ അർപ്പിച്ചു യൂസുഫ്. പിതാമഹനായ ഇബ്രാഹിം നബിയെ അഗ്നികുണ്ഡത്തിലെറിഞ്ഞപ്പോൾ ചൂടിന് പകരം സമാധാനത്തിൻ്റെ തണുപ്പ് നൽകപ്പെട്ട കാര്യം ഓർമ്മയിൽ തെളിഞ്ഞു കാണും.
അങ്ങേയറ്റം ക്ഷമയും സഹനവും പ്രാർത്ഥനയുമായിരുന്നു ഇബ്രാഹിം നബിയുടെ കൈമുതലെന്ന് പിതാവ് പഠിപ്പിച്ചിട്ടുണ്ട്. തന്നെയും പ്രതീക്ഷിച്ച് ആദിയോടെ കഴിയുന്ന സ്നേഹനിധിയായ പിതാവിനെക്കുറിച്ചോർത്തപ്പോൾ യൂസുഫിൻ്റെ മനസ്സിൽ ഇരുട്ട് പരന്നു. ഒരു നിമിഷത്തേക്ക് പോലും തന്നെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താവും? എന്ത് സമാധാനമായിരിക്കും സഹോദരങ്ങൾ പിതാവിനോട് പറഞ്ഞിരിക്കുക? ബിനിയാമിൻ അരികത്തുണ്ടല്ലോ എന്ന ആശ്വാസം യൂസുഫിന് കരുത്തേകി. തന്നെ സംഘം ചേർന്ന് കിണറ്റിലെറിഞ്ഞ ജ്യേഷ്ഠന്മാരോട് തെല്ലുപോലും വിരോധം യൂസുഫിനുണ്ടായിരുന്നില്ല. എല്ലാം ദൈവഹിതം. അവൻ പ്രാർത്ഥനയിൽ മുഴുകി.